السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹാബികളെ നന്ദി പ്രകടിപ്പിക്കുന്നതിലേക്ക് വളരെ സൂക്ഷ്മമായ നിലയിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ഹസ്രത്ത് പീർ സിറാജുൽ ഹഖ് സാബ് നോമാനി വിവരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇന്ന് നിങ്ങളും മീരാബക്ഷ് സൗദായും തമ്മിൽ എന്താണ് തർക്കം നടന്നുകൊണ്ടിരുന്നത്? അവിടെ ഒരു ബുദ്ധി പ്രശ്നമുള്ള മതിഭ്രമമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. പീർ സാഹിബ് അവനുമായി എന്തോ ചർച്ച നടത്തിയിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നു, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. പഠിച്ചവനെ ഹസരത്ത് അഖ്ദസ് അലൈഹി ഇസ്ലാം എന്താണോ ഇനി പറയാൻ പോകുന്നത് എന്ന് ഓർത്ത് ഞാൻ ഭയപ്പെട്ടു. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാകാം എന്ന് കരുതി. ഭയന്നുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ സൗദായി ഉന്മാദിയും ബുദ്ധിസ്ഥിരതയില്ലാത്തതുമായ വ്യക്തിയാണ്. അതായത് യാതൊരു ചിന്തയുമില്ലാതെ വിവേകവും ബുദ്ധിയുമില്ലാതെ ഉള്ള വ്യക്തിയാണ്. ഇത്തരം വ്യക്തികൾക്ക് ശരീഅത്തനുസരിച്ചും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ എന്നിവ രേഖപ്പെടാത്തവരാണിവർ. അതുപോലെ തന്നെ പാപത്തിന് യാതൊരു ശിക്ഷയുമില്ലാത്ത വ്യക്തികളാണ് ഇവർ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തരക്കാരുടെ അവസ്ഥ അതാണ്. അവർക്ക് മേൽ യാതൊരു പിടുത്തവും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകുകയില്ല. കാരണം അവർക്ക് ചിന്താശേഷി പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ ശിക്ഷിക്കുന്നത്? ബുദ്ധിയുള്ളവർക്ക് മേലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയും പിടുത്തവും ഉണ്ടാകുക, വിചാരണ ഉണ്ടാകുക. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത്തരം ആളുകളെ ലോകം മജ്സൂബ്, അതായത് ഉന്മാദി, അതുപോലെ വലിയുള്ള അള്ളാഹുവിൻ്റെ മിത്രം, അതുപോലെ ഖുത്തുബ്, സാഹിബ്, ഖിദ്മത്ത് എന്നീ പദവികളുള്ളവരായി വിളിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ തെറ്റാണ്, അതൊന്നും ശരിയല്ല. ഇവർ വാസ്തവത്തിൽ ഉന്മാദികളല്ല, വലിയുള്ളതല്ല, ഭാഗ്യദോഷികളാണ് ഇവർ. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അവർ അകന്നവരാണ്. അതിനാൽ ബുദ്ധിയിൽ നിന്നും മനസ്സിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും അന്നപാനീയങ്ങളിൽ നിന്നും അതിൻ്റെ ആസ്വാദനത്തിൽ നിന്നും ഭാര്യാമക്കളിൽ നിന്നും അവരുടെ പരിപാലനത്തിന് അനുഗ്രഹങ്ങളിൽ നിന്നും പ്രതിഫലങ്ങളിൽ നിന്നുമൊക്കെ ഇവർ ഹതഭാഗ്യരാണ്, മാറ്റി നിർത്തപ്പെട്ടവരാണ്. അള്ളാഹുവിൻ്റെ സത്തയുടെയും വിശേഷണങ്ങളുടെയും വിജ്ഞാനങ്ങളിൽ നിന്നും അജ്ഞരാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിൽ നിന്നും മാരിഫത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ്. റസൂലിൻ്റെയും നബിയുടെയും മഹത്വത്വത്തിൽ നിന്നും അവരെ പിന്തുടരുന്നതിൽ നിന്നും അജ്ഞരാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്നും അതിൻ്റെ അർത്ഥഗഹനതയിലേക്ക് എത്തിച്ചേരുന്നതിലും രഹസ്യങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും സൂചനകളിൽ നിന്നും ഫലമെടുക്കുന്നതിൽ നിന്നും അജ്ഞരാണ്. ശരീഅത്തിൽ നിന്നും തരീഖത്തിൽ നിന്നും അകന്നവരാണ്. വിശ്വാസികളുടെ മിഅ്റാജ് ആണ്, ഔന്നത്യം നേടാനുള്ള പടവാണ് നമസ്കാരം. അതിൽ നിന്നും അള്ളാഹു തന്നെ സ്വയം പ്രതിഫലമായി മാറുന്ന നോമ്പിൽ നിന്നും ഹജ്ജിൻ്റെ രീതികളിൽ നിന്നും സക്കാത്തിൽ നിന്നും പിന്നെ അവയുടെ പ്രതിഫലങ്ങളും പദവികളും പ്രാപിക്കുന്നതിൽ നിന്നും അവർ ഹതഭാഗ്യരാണ്. അത്തരം വ്യക്തികളെ കണ്ട് അവരുമായി വാദപ്രതിവാദം നടത്തുകയും വഴക്കൊട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നരുളിയതിൽ
തങ്ങളെ ഭാഗ്യദോഷികളാക്കാതിരുന്നതിൽ നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയേണ്ടതാണ്. ബുദ്ധി നൽകിയിട്ടുണ്ട്, മനസ്സ് നൽകിയിട്ടുണ്ട്, ഖുർആൻ പാരായണവും അതിൻ്റെ അറിവും രഹസ്യങ്ങളും അറിവുകളും സൂചനകളും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിൻ്റെയും ഹലാൽ എന്താണ്, ഹറാം എന്താണെന്നതിലുള്ള വകതിരിവ്, തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. റസൂലുകളെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. അള്ളാഹു തൻ്റെ സത്യത്തിൻ്റെയും ഗുണവിശേഷങ്ങളുടെയും വിജ്ഞാനം നൽകിയിട്ടുണ്ട്. അങ്ങനെ എവിടെയാണോ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളുമായി ചർച്ച നടത്തരുത്, അവരുമായി തർക്കിക്കരുത്, മറിച്ച് അവരോട് സൽപെരുമാറ്റം കാഴ്ചവെക്കണമെന്നും മസീഹ് ഇസ്ലാം നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണമെന്നുള്ള പാഠവും നമുക്ക് നൽകി. അത്തരം ആളുകളെ കണ്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ, വരദാനങ്ങളെ ഓർത്ത് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അതുപോലെ ഹദരത്ത് മലിക് ഹസൻ മുഹമ്മദ് സാഹിബ് പറയുന്നു, മസീഹ് ഇസ്ലാം ഫജ്ർ നമസ്കാരത്തിനായി എഴുന്നള്ളി. നമസ്കാര ശേഷം ഹുസൂർ സേവകരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എവിടെയായിരുന്നു സാരംഗികളും തമ്പുരുകളൊക്കെ മീട്ടിക്കൊണ്ടിരുന്നത്? അടുത്ത അയൽപക്കത്ത് എവിടെയെങ്കിലും പാട്ടും കൂത്തും നടക്കുന്നുണ്ടായിരുന്നു? ആരോ പറഞ്ഞു, ഹുസൂർ മിർസാൻ നിസാമുദ്ദീൻ സാഹിബ് ആട്ടക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു. ഒരു രാത്രി 20 രൂപയായിരുന്നു കൂലി. അവൾക്ക് 20 രൂപ നൽകിയാൽ അവൾ അത് ചെയ്യുമായിരുന്നു. രാത്രി മുഴുവൻ മിർസ നിസാമുദ്ദീൻ്റെ അടുത്ത് നൃത്തം നടന്നു. ഹുസൂർ അലൈഹി ഇസ്ലാം ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, ഇത് ഏത് തരത്തിലുള്ള ഉണ്ട ചോറിനുള്ള നന്ദിയാണ്. 20 രൂപയ്ക്ക് വേണ്ടി ആ ആട്ടക്കാരി രാത്രി മുഴുവൻ ആടാനും പാടാനും ഉറക്കമഴിക്കാനും തയ്യാറാണ്. എന്നാൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ തന്നരിലെ യഥാർത്ഥ സ്രഷ്ടാവിനും ഉടമസ്ഥനുമായ അള്ളാഹുവിന് വേണ്ടി 1-2 മണിക്കൂർ പോലും ഉറക്കമഴിക്കാൻ നമുക്ക് സാധിക്കില്ലെന്നോ? ഈ വാക്കുകൾ കേട്ട് ആ വാക്കുകൾ അദ്ദേഹം 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഈ ചന്ത പ്രവൃത്തി കണ്ടിട്ടും അള്ളാഹുവിനോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റുന്നതിലായിരിക്കണം ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. കുറച്ച് രൂപയ്ക്ക് വേണ്ടി ഇക്കോട്ടർ അവരുടെ ഉറക്കം പാഴാക്കാൻ തയ്യാറാകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് പോലും നന്ദി പ്രകടിപ്പിക്കാത്തവരും അവൻ്റെ നഫല് ആരാധനകളിലേക്കും നമസ്കാരങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കാത്തവരും ഉറങ്ങാതിരിക്കാൻ കഴിയാത്തവരുമാണ് നമ്മൾ എന്ന് വലിയ വേദനയോടെ അദ്ദേഹം പറഞ്ഞു വെച്ചു. മറിച്ച് ഫർള് നമസ്കാരം നിർവഹിക്കുന്നതിൽ പോലും വീഴ്ച കാണിക്കുന്നവരെ പലരുമുണ്ട്. ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കുക എന്നത് വളരെ പ്രയാസകരമായി നമുക്ക് മാറുന്നു. അതുകൊണ്ട് ഓരോ അഹമ്മദിയും ഈ പശ്ചാത്തലത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഏത് പരിധി വരെയാണ് നാം അള്ളാഹുവിനുള്ള നന്ദി പ്രകടനത്തിന് കടമകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തുക. ഹുസൂർ അലൈഹി ഇസ്ലാം ഭക്ഷണവേളയിൽ എങ്ങനെയായിരുന്നു നന്ദി പ്രകടിപ്പിച്ചിരുന്നത്? അതിൻ്റെ ചിത്രം കോറി വരച്ചുകൊണ്ട് ഹദരത്ത് ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാബ് സർദാർവി ഇങ്ങനെ വിവരിക്കുന്നു, ഹുസൂർ അലൈഹി ഇസ്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പതിവായി ചൊല്ലുമായിരുന്നു. അതായിരുന്നു ശീലം. എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന മട്ടിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതായത് ആ സമയത്തും ഓരോ ഉരുളയിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. ഹദരത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറയുന്നു, ഹദരത്ത് മസീഹ് ഇസ്ലാം റൊട്ടി കഴിക്കുമ്പോൾ റൊട്ടിയുടെ ഒരു ചെറിയ തുണ്ടം കഷ്ണം എടുത്ത് നുറുക്കി അത് വായിലിടുകയും പല്ലുകൾ കൊണ്ട് അതിനെ നന്നായി ചവച്ചരക്കുകയും ആ സമയത്ത് വലിയ ഉരുള എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഉരുള എടുത്തിരുന്നത്. ആ ഉരുള ദീർഘനേരം ചവച്ചു കൊണ്ടിരിക്കുകയും അതിനിടയിൽ തന്നെ മറ്റൊരു കഷ്ണം കയ്യിലെടുത്ത് അത് തിരുമ്മി മിനുസമാക്കി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അതിൽ നിന്ന് ഒരു കഷ്ണം കീറി കറിയിൽ മുക്കി വായിലിടുമായിരുന്നു. ഹസ്രത്ത് സയ്യിദ് സൈനുൽ ആബ്ദീൻ വലിയുള്ള ഷാബ് സാബ് പ്രസ്താവിക്കുന്നു, പ്രായം കുറവായതുകൊണ്ടും കൂടാതെ ഹസരത്ത് അഖ്ദസ് അലി ഇസ്ലാം എൻ്റെ പിതാവ് ഹസരത്ത് ഡോക്ടർ സയ്യിദ് അബ്ദുൽ സത്താർ ഷാ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അതിഥിയായി താമസിപ്പിക്കാറുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ വീട്ടിൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഞങ്ങൾ യാതൊരു മടിയുമില്ലാതെ അകത്തേക്കും പുറത്തേക്കും, അതായത് വീട്ടിനകത്ത് വരികയും പുറത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. ഹുസൂറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഉറങ്ങിയിരുന്നത് പോലും. അദ്ദേഹം പറയുന്നു, പ്രദേശത്തോ നഗരത്തിലോ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചാൽ ഹുസൂർ തൻ്റെ വീട് വൃത്തിയാക്കാൻ കൽപ്പിക്കുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്, മറിച്ച് ബോർഡിംഗ് ഹൗസ്, ഈ ഹോസ്റ്റൽ വൃത്തിയാക്കുന്ന കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു. അക്കാര്യം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. എല്ലാവരോടും സ്വന്തം വീടുകളിൽ ഗന്ധകവും തീയും ഫിനൈലും ഗുഗുലും മറ്റും ഉപയോഗിക്കാൻ അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. ഗുഗുൽ
ഗുൽഗുൽ എന്നത് മരത്തിൻ്റെ ഒരു പശയാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ പുകയിടുന്നതിനായി ഇത് ഉപയോഗിക്കുന്നു. അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഭൗതികമായ ഉപാധികൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് സമമാണ്. ഇതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിന് നന്ദി പറയേണ്ടതുണ്ട്, ശുക്ർ ചെയ്യേണ്ടതുണ്ട്. പകർച്ചവ്യാധികൾ മൂലം അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണമോ അഴുക്കോ വിഷമോ നീക്കം ചെയ്യാൻ ഇത് ആവശ്യമാണ്. അദ്ദേഹം പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയുക എന്നതാണ് നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇത് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് തുല്യമാണ്. ഭൗതിക ഉപാധികൾ ഉപേക്ഷിക്കുന്നത് ദൈവിക ശരീഅത്തിന് വിരുദ്ധമാണ്, ഘടകവിരുദ്ധമാണ്. ഭൗതിക ഉപാധികൾ ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല, അക്കാര്യം ശരീഅത്ത് വിലക്കുന്നു. തവക്കുൽ അതിനുശേഷമാണ് ചെയ്യേണ്ടത്. അതായത് അങ്ങനെ ഉപാധികൾ ഉപയോഗിച്ചതിന് ശേഷം, ലഭ്യമായ വസ്തുക്കൾ പ്രയോഗത്തിൽ വരുത്തിയതിന് ശേഷം ആണ് ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ടത്. അതായത് ഭൗതിക ഉപാധികൾ ശേഖരിച്ചതിന് ശേഷം അവയിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക, മറിച്ച് യഥാർത്ഥ മാരിഫത്ത് എന്നത് ആ കാരണങ്ങൾക്കും ആ ഉപാധികൾക്കും പിന്നിൽ അള്ളാഹുവിൻ്റെ കരങ്ങൾ കാണുക എന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളാണ്. ഇതിൽ അള്ളാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കട്ടെ, അതിന് നന്ദി പ്രകടിപ്പിക്കുക. ഇപ്രകാരം ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും അവൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഹസരത്ത് മുഹമ്മദ് ഇബ്രാഹിം സാബ് പ്രസ്താവിക്കുന്നു, 1904 കറം ദീൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഗുരുദാസ്പൂരിൽ എഴുന്നള്ളിയിരുന്ന ഒരു സമയത്ത് ഈ വിനീതൻ ഒരു മാസത്തേക്ക് ഗുരുദാസ്പൂരിൽ മസീഹ് ഇസ്ലാമിൻ്റെ സേവനത്തിനായി അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മുൽത്താനിൽ നിന്നുള്ള ഒരു സുഹൃത്ത് പുതിയതായി പഴുത്ത ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്നു, ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴങ്ങൾ കൊണ്ടുവന്നു. ഈത്തപ്പഴത്തിൻ്റെ എഫക്റ്റ് വളരെ ചൂടുള്ളതാണ്, അത് വളരെ ചൂട് നൽകുന്നതാണ് എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. ഈത്തപ്പഴം കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈത്തപ്പഴങ്ങൾ കഴിക്കാം, എന്നാൽ അതിനുശേഷം അല്പം സവാള കഴിക്കേണ്ടതുണ്ട്, കാരണം അത് മുഖേന യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല, അതിൻ്റെ ചൂടുള്ള എഫക്റ്റ് മുഴുവൻ മാറുന്നതാണ്, അതിൻ്റെ ആ ഒരു പ്രഭാവം നിർവീര്യമാകുന്നതാണ്. ചൂടുള്ള എന്തെങ്കിലും കഴിച്ചാൽ, സവാള കഴിച്ചാൽ അതിൻ്റെ ആഘാതം ഇല്ലാതാകും എന്നത് പഴമക്കാരുടെ തനതായ ചില കുറിപ്പടികളിൽ, അതുപോലെ തന്നെ ഒറ്റമൂലികളിൽ പെട്ടതായിരുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, അള്ളാഹു വളരെ നല്ല സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഓരോ പ്രശ്നത്തിനും അതിനോടൊപ്പം അള്ളാഹു പ്രതിവിധിയും വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വസ്തു ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എത്ര മാങ്ങ വേണമെങ്കിലും കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് മാങ്ങ കഴിക്കാൻ പാടില്ല, മധുരം വളരെ കൂടുതലാണെന്ന് പറയാറുണ്ട്. എന്നാൽ അതിനുശേഷം അല്പം ഞാവൽപ്പഴം കഴിച്ചാൽ മതി. ഞാവൽപ്പഴങ്ങളാകട്ടെ പ്രമേഹ രോഗിയുടെ ചികിത്സ കൂടിയാണ്, യാതൊരു പ്രയാസം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പഴമുണ്ട്, നേന്ത്രപ്പഴമുണ്ട്, വാഴപ്പഴമുണ്ട്, അതിൻ്റെ ദോഷങ്ങളുമുണ്ട് പ്രയോജനങ്ങളുമുണ്ട്. എത്ര വേണമെങ്കിലും കഴിക്കുക. അതിനുശേഷം അല്പം പച്ച അരി ചവച്ചരക്കുക. എല്ലാം ദഹിച്ചു പോകുന്നതാണ്. മനുഷ്യന് വേണ്ടി ആത്മീയവും ശാരീരികവുമായ എത്രമാത്രം ഉന്നതമായ ക്രമീകരണങ്ങളാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ മനുഷ്യന് അവയ്ക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഹുസൂർ ഒരു പ്രസംഗവും ആ സമയത്ത് ചെയ്യുകയുണ്ടായി. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തസ്കുറത്തു ഷഹാദത്തൈൻ എന്ന തൻ്റെ ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് രോഗശാന്തി ലഭിച്ചതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു, ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു എതിരാളി എൻ്റെ മേൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് 1903 ഒക്ടോബർ 16 ഗുരുദാസ്പൂരിലെ കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഈ ഗ്രന്ഥം രചിച്ച് കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കഠിനമായ വൃക്കവേദന ഉണ്ടാകുകയുണ്ടായി. ഈ ജോലി അപൂർണമായി തീർന്നു എന്ന് ഞാൻ കരുതി. 2-3 ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരു മാരകമായ രോഗമാണ് പിടിപെട്ടിട്ടുള്ളത്. ഈ വൃക്കവേദനയിൽ ഞാൻ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഈ ഗ്രന്ഥരചന സാധ്യമാവുകയില്ല. അപ്പോൾ അള്ളാഹു എന്നെ ദുആയിലേക്ക് പ്രേരിപ്പിച്ചു. രാത്രി 12 മണിക്ക് ശേഷം ഏകദേശം 3 മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത്, അതായത് പുലർച്ചെ 3 മണിക്ക് ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു,
ഞാനിപ്പോൾ ദുആ ചെയ്യും, നിങ്ങളെല്ലാവരും ആമീൻ പറയുക. വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി. അങ്ങനെ ആ വേദനാജനകമായ അവസ്ഥയിൽ സാഹിബ്സാദ മൗലവി അബ്ദുൽ ലത്തീഫിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ഈ മർഹൂമിന് വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം രചിക്കാൻ ആഗ്രഹിക്കുന്നത്. പറയുന്നു, ഞാൻ ഈ ദുആ ചെയ്തപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഒരു തരം ബോധക്കേടുണ്ടായി, മയക്കം ബാധിച്ചു. അങ്ങനെ ഒരു ഇൽഹാം ലഭിച്ചു, സലാമുൻ ഖൗലം മിൻ റബ്ബി റഹീം, അതായത് സമാധാനവും സുരക്ഷിതത്വവുമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരമകാരണകർ റബ്ബിൻ്റെ വചനമാണിത്. അതിനാൽ എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ്. രാവിലെ 6 മണി പോലും ആയിരുന്നില്ല, 3 മണിക്കൂറിന് ശേഷം തന്നെ എനിക്ക് പൂർണ്ണമായും രോഗശാന്തി ലഭിച്ചു. അന്ന് തന്നെ ഞാൻ പുസ്തകത്തിൻ്റെ പകുതിയോളം ഭാഗം എഴുതി തീർക്കുകയും ചെയ്തു. ഫൽഹംദുലില്ലാ അലാ ദാലിക്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ജീവചരിത്രത്തിൻ്റെ ഒരു പ്രകാശമാനമായ വശം ഇതും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ എളിയവരോടുള്ള പരിഗണനയും പ്രശംസയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ബാഹ്യമായി ചെറിയ ചെറിയ സേവനങ്ങളിൽ പോലും, ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാബ് പ്രസ്താവിക്കുന്നു, ഈ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ, അതായത് ആ വിവരിക്കുന്ന സമയത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈ ആഴ്ചയിൽ ഏറ്റവും അത്ഭുതകരവും കൗതുകകരവുമായ ഒരു കാര്യം സംഭവിച്ചതും നമ്മുടെ ഈമാന് ശക്തി പകരുന്നതുമായ ഒരു കാര്യം ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന് ലഭിച്ച ഒരു കത്തായിരുന്നു. അതിൽ വ്യക്തമായ തെളിവോടും വിശദീകരണത്തോടും കൂടി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കാബൂൾ പ്രദേശത്തെ ജലാലാബാദിൽ യൂസ് ആസിഫ് നബിയുടെ തറ നിലവിലുണ്ടെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നബി ഷാമിൽ നിന്നും ഇവിടെ വന്നതാണെന്ന് അവിടെ പ്രസിദ്ധമാണെന്നും കാബൂൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ജാഗീർ ഈ തറയുടെ പേരിൽ, അതായത് ആ സമാധി സ്ഥലത്തിൻ്റെ പേരിൽ നിലവിലുണ്ടെന്നും, കൂടുതൽ വിശദീകരണത്തിന് ഇവിടെ സമയമില്ല, അതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. മൗലവി സാഹിബ് എഴുതുന്നു, ഈ കത്ത് മൂലം ഹസ്രത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാമിന് വളരെയധികം സന്തോഷം ലഭിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, വളരെ സന്തോഷവാനായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു ഇതിന് സാക്ഷിയാണ്, അള്ളാഹുവിനെ എല്ലാം അറിയാം, അവൻ സർവജ്ഞനാകുന്നു. ആരെങ്കിലും എനിക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് നൽകിയാലും ഈ കത്ത് എനിക്ക് പ്രദാനം ചെയ്ത സന്തോഷത്തിൻ്റെ അത്ര ഒരിക്കലും വരില്ല. മൗലവി അബ്ദുൽ കരീം സാബ് പറയുന്നു, സഹോദരന്മാരെ, ദീനീപരമായ കാര്യത്തിലുള്ള ഈ സന്തോഷം അള്ളാഹുവിൻ്റെ പക്കൽ വന്ന വ്യക്തിയാണ് മസീഹ് ഇസ്ലാം എന്നതിനുള്ള ശക്തമായ തെളിവല്ലേ? ഇന്ന് അള്ളാഹുവിൻ്റെ കലിമ, വചനം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിൽ സന്തോഷിക്കുന്നവനായി ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ആ സമയത്ത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സന്തോഷം കാണുകയും അതിൻ്റെ അളവ് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ വളരെയധികം കഠിനമായ ലജ്ജ തോന്നി. ഞാനും സന്തോഷവാനാണ്, ഇവിടെയുള്ള ആളുകളും സന്തോഷം ആഘോഷിക്കുന്നു. കാരണം ബാത്തിലിൻ്റെ, അസത്യത്തിൻ്റെ തോൽവിക്ക് മറ്റൊരു വഴി തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെ, ഈസാ നബിയുടെ സഞ്ചാരത്തിൻ്റെ പൂർണ്ണമായ ചിത്രവും ലഭിച്ചു എന്നും ഓർത്ത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സന്തോഷത്തോട് കിടപിടിക്കാൻ ഞങ്ങളുടെ ആരുടെയും സന്തോഷത്തിനാകുമായിരുന്നില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാം ബറായിന അഹമ്മദി രചിച്ചപ്പോൾ അതിന് സാമ്പത്തിക സഹായം നൽകിയവരുടെ പേരുകൾ ആ പുസ്തകത്തിൽ എഴുതുകയും അവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ദുആക്കായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ആ ദുആ പട്ടികയിൽ 5 രൂപയും 2 രൂപയും 2 അണ പോലും നൽകിയവരുടെ പേരുകളും ഉണ്ടായിരുന്നു. ഹുദൂർ അലൈഹി സ്വലാം രേഖപ്പെടുത്തുന്നു, ലോകൈകനാഥനായ അള്ളാഹുവിന് ഏതൊക്കെ തരത്തിലാണ് ഞാൻ നന്ദി പറയേണ്ടത്? അവൻ ആദ്യം ഈ തുച്ഛനായ എനിക്ക് തൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും അദൃശ്യമായ സഹായത്താലും ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്കും സമാഹരണത്തിനും തൗഫീക്ക് നൽകിയാൽ അനുഗ്രഹിച്ചു. പിന്നീട് ഈ രചന പ്രസിദ്ധീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അച്ചടിക്കുന്നതിനുമായി ഇസ്ലാമിൻ്റെ പിന്തുണക്കും അതുപോലെ മഹാത്മാക്കൾക്കും പ്രമുഖർക്കും ധനികർക്കും മറ്റ് സഹോദരങ്ങൾക്കും മോമിനീങ്ങൾക്കും മുസ്ലിങ്ങൾക്കും താല്പര്യവും ആഗ്രഹവും ശ്രദ്ധയും ജനിപ്പിച്ചു. അതിനാൽ ഈ സ്ഥലത്ത് ആ എല്ലാ സഹായികളോടും നന്ദി പ്രകടിപ്പിക്കുന്നത് എനിക്ക് ഫർളാണ്, നിർബന്ധമായ കാര്യമാണ്. കാരണം അവരുടെ ഉദാരമായ ശ്രദ്ധകൾ മൂലം എൻ്റെ മതപരമായ ലക്ഷ്യങ്ങൾ നശിച്ചു പോകുന്നതിൽ നിന്നും സുരക്ഷിതമായിരിക്കും, എൻ്റെ അധ്വാനങ്ങൾ പാഴായി പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ ഈ സാഹിബുമാരുടെ സഹായങ്ങളിൽ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു, എന്നാൽ അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്ന വാക്കുകൾ എൻ്റെ പക്കലില്ല. പ്രത്യേകിച്ച് ചില സാഹിബുമാർ ഈ സൽക്കർമ്മത്തിൻ്റെ പിന്തുണയ്ക്കായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
എന്നും ചിലർ കൂടുതൽ സഹായങ്ങൾക്കായി ഇനിയും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും കാണുമ്പോൾ എൻ്റെ കടപ്പാടും കൃതജ്ഞതയും ഇനിയും വർദ്ധിക്കുകയാണ്. ഹസരത്ത് മസീഹ് ഇസ്ലാം അതിനുശേഷം സഹായിച്ച ആളുകളുടെ പേരുകളും എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ് സഹായിച്ചിരുന്നത്, അവരെ ഈ പുസ്തകം വാങ്ങുന്നതിലും അച്ചടിക്കുന്നതിന് സഹായിക്കുന്നതിലും എന്തെങ്കിലും തരത്തിൽ സംഭാവനകൾ നൽകി എല്ലാ ദൃഢചിത്തരായ ധീരന്മാരുടെയും അനുഗ്രഹീതമായ പേരുകൾ അവർ നൽകിയ തുകയോടൊപ്പം എഴുതി വെക്കാൻ തക്കവണ്ണം അദ്ദേഹം അവയെല്ലാം എഴുതി ചേർക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എല്ലാവരുടെയും പേരുകൾ എഴുതി. അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ അച്ചടി അവസാനിക്കുന്നവരെ, അതായത് ലോകത്തിൻ്റെ ചരിത്രത്താളിൽ ഈ പുസ്തകത്തിൻ്റെ പ്രയോജനത്തിൻ്റെയും പ്രകാശനത്തിൻ്റെയും അടയാളം നിലനിൽക്കുന്നിടത്തോളം കാലം ഭാവിയിലും ഈ നടപടി തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഞാൻ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കും. എപ്പോഴൊക്കെ ആളുകൾ ഈ പുസ്തകം വഴി അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ പേരുകൾ എഴുതപ്പെടും. അതുവഴി ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണിത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകത്തിൽ നിന്ന് പ്രയോജനം നേടുന്ന ഓരോരുത്തരും, ഇത് വായിക്കുന്ന ഓരോരുത്തരും തനിക്ക് സന്തോഷം നൽകുന്ന ഈ പുസ്തകത്തിലൂടെ എനിക്കും എൻ്റെ സഹായികൾക്കും നന്മ ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യണം, ദുആയെ ഖൈർ ചെയ്യണം. ഇതിൽ നിന്ന് ആര് പ്രയോജനം നേടുന്നുവോ അവൻ എനിക്കും സഹായികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അത് അഖ്ദസ് മസീഹ് ഇസ്ലാം മിനൻ റഹ്മാൻ എന്ന് പേരിട്ടുള്ള ഒരു പുസ്തകം രചിക്കുകയും അതിൽ അറബി ഭാഷ ഉമ്മുൽ അൽസിനിയാണ്, അതായത് ഭാഷകളുടെ എല്ലാം മാതാവാണ്, ഭാഷാ ജനനിയാണ് എന്ന് അവിടുന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ചില റെഫറൻസുകൾ ശേഖരിക്കുന്നതിൽ സഹായിച്ച സുഹൃത്തുക്കൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു, ഭാഷകളുടെ പൊതു സ്വഭാവം അവയുടെ പരസ്പര പങ്കാളിത്തം തെളിയിക്കുന്നതിന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ സഹായിച്ച സുഹൃത്തുക്കളോട് നന്ദി പറയാതിരിക്കാൻ നമുക്കാകില്ല. ഭാഷകളുടെ ഈ പൊതു സ്വഭാവം സ്ഥിരീകരിക്കാൻ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായും ഓർമ്മിക്കപ്പെടുന്ന കഠിനാധ്വാനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഇവിടെ അതീവ സന്തോഷത്തോടെ നാം വെളിപ്പെടുത്തുന്നു. ഈ ദൈവഭക്തരായ മനുഷ്യർ വളരെ ധൈര്യപൂർവ്വം അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് നൽകിയിട്ടുണ്ട്. രാപ്പകലില്ലാതെ വലിയ അധ്വാനവും കഠിനാധ്വാനവും സഹിച്ച് ഈ മഹത്തായ കർമ്മം അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് വിജയഭേരി മുഴങ്ങുന്ന ഒരു പോരാട്ടത്തിൽ അവർ പങ്കാളികളായതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനാൽ അവരിൽ ഓരോരുത്തരും ദിവ്യമായ അംഗീകാര മുദ്ര ലഭിക്കാൻ അർഹരാണ്. പങ്കാളിത്തം കണ്ടെത്താൻ വേണ്ടി അവർ എങ്ങനെയാണ് ഓരോ യോഗങ്ങളിലും നൂറുകണക്കിന് മൈലുകൾ യാത്ര ചെയ്തതെന്നും തുടർന്ന് എങ്ങനെയാണ് വിജയശ്രീ ലാളിതരായി തിരിച്ചെത്തിയത്, എന്നിട്ട് ഏതെങ്കിലും ഒരു പൊതുവായ പദത്തിൻ്റെ ഉപഹാരം സമർപ്പിച്ച്, അതായത് പൊതു സ്വഭാവമുള്ള പദം കൊണ്ടുവന്ന് തന്ന് എന്ന ആ സാഹചര്യം എനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ലോകത്തെ ഭാഷകൾ ഇതേ രീതിയിൽ നമ്മുടെ പക്കൽ ഈ ലോകഭാഷകളൊക്കെ വന്നു ചേർന്നു. ഈ മഹത്തായ കാര്യത്തിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നൽകിയ സഹായം ഒരിക്കലും വിസ്മരിക്കാവതല്ല. അതിൻ്റെ അളവ് വിവരിക്കാൻ കഴിയുന്ന വാക്കുകൾ എൻ്റെ പക്കലില്ല. അള്ളാഹു അവരുടെ ഈ അധ്വാനങ്ങൾ സ്വീകരിക്കുകയും അവരെ അവന് വേണ്ടി സ്വീകരിക്കുകയും അഴുക്ക് നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് എപ്പോഴും അകറ്റി സുരക്ഷിതരാക്കുകയും തൻ്റെ അടുപ്പവും ആവേശവും പ്രദാനം ചെയ്യുകയും അവർക്ക് തുണയായിരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ആമീൻ സുമ്മ ആമീൻ. തുടർന്ന് സഹായിച്ച ആളുകളുടെ പേരുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുടർന്ന് പറഞ്ഞു, ഹക്കീം മൗലവി നൂറുദ്ദീൻ സാബാണ് ഏറ്റവും ആദ്യമുള്ളത്. തുടർന്ന് ഹജരത്ത് മൗലവി അബ്ദുൽ കരീം സാബ്, അതുപോലെ മറ്റ് നിരവധി സാബകളുടെ പേര് ചേർത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ കാര്യത്തിൽ ആരുടെ പരിശ്രമങ്ങളാണ് കൂടുതൽ, ആരുടേതാണ് കുറവ് എന്ന് അള്ളാഹുവിനറിയാം. അവൻ ഒരു ആത്മാർത്ഥ സേവകൻ്റെയും അധ്വാനം പാഴാക്കുകയില്ല. എന്നാൽ നമ്മുടെ അറിവും കാഴ്ചയും നമുക്ക് കാണിച്ചു തരുന്നത്, നമ്മുടെ വീക്ഷണത്തിൽ നമ്മുടെ സഹോദരന്മാരായ ഹക്കീം മൗലവി നൂറുദ്ദീൻ സാഹിബിൻ്റെയും മൗലവി അബ്ദുൽ കരീം സാഹിബിൻ്റെതുമാണ് ഈ ഭാഗത്ത് ഉള്ള ഇത്തരണത്തിലുള്ള ഏറ്റവും മഹത്തായ പരിശ്രമങ്ങൾ. അവർ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മാസങ്ങളായി ഈ കാര്യത്തിന് വേണ്ടി എൻ്റെ അരികിൽ സന്നിഹിതരായിട്ടുണ്ട്. ഹജരത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് ഈ സഹാനുഭൂതി കാണിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഈ കാര്യത്തിന് വേണ്ടി സ്വന്തം ചെലവിൽ മികച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വാങ്ങി വരുത്തുകയും ഇതേ ആവശ്യത്തിന് വേണ്ടി വിലപ്പെട്ട പുസ്തകങ്ങളുടെ ശേഖരം തന്നെ ഒരുക്കുകയും ചെയ്തു. ജസാക്കുമുല്ലാഹു ഖൈറൻ വല്ലാഹു ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ. അതായത് അള്ളാഹു അവർക്ക് മികച്ച പ്രതിഫലം നൽകട്ടെ. നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയുമില്ല.
മിയ മൻസൂർ മുഹമ്മദ് സാഹിബിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി സൂചകമായി ഈ കാര്യം പരാമർശിക്കുന്നത് ഫർളായി നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതായി ഞാൻ കാണുന്നു. അതായത് എൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥരചനാ രംഗത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഉത്തമനും ആദരണീയനുമായ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് അതിമനോഹരമായി കൈയക്ഷരമുള്ള എഴുത്തുകാരൻ പ്രിയപ്പെട്ട മിയ മൻസൂർ മുഹമ്മദ്. അദ്ദേഹം ലോകത്തിന് വേണ്ടിയല്ല, മറിച്ച് കേവലം ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഹിജ്റത്ത് ചെയ്തുകൊണ്ട് ഇവിടെ കാദ്യാനിൽ വന്ന് താമസിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇത്രയധികം ആത്മാർത്ഥതയുള്ളതും കർമ്മനിരതനുമായ ഒരാളെ എനിക്ക് ലഭിച്ചു എന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യമാണ്. പകൽ ഭേദമില്ലാതെ ഏത് സമയത്തും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും കൈയെഴുത്തിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായ കഠിനാധ്വാനത്തോടെയാണ് ഈ സേവനം നിർവഹിക്കുന്നത്. ഈ ആത്മീയ യുദ്ധത്തിൻ്റെ സമയത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ലേഖനങ്ങളിലൂടെ എതിരാളികളുടെ മേൽ തുടർച്ചയായി വെടിയുതിർക്കപ്പെടുന്നത് സത്യത്തിൽ ഇക്കാരണം കൊണ്ടാണ്. വാസ്തവത്തിൽ ഇത്തരം സഹായകരമായ ഉപാധികൾ ഒരുക്കി തരിക എന്നത് അള്ളാഹുവിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഇങ്ങനെയുള്ള സഹായികളെ ഉണ്ടാക്കി തരിക എന്നത് ഏത് കോണിൽ നിന്ന് നോക്കിയാലും എല്ലാ നന്മയുടെയും കാര്യകാരണങ്ങളും എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിനു പുറമെ ബാഹ്യമായ ദൃഷ്ടിയിൽ ഇതൊക്കെ എൻ്റെ കൈകളാൽ വിരചിതമാണെന്ന് തോന്നപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ മലക്കുകളാണ് ഇത് എഴുതുന്നത് എന്ന തരത്തിലുള്ള ശക്തിയാണ് രചനയിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. മസീഹ് ഇസ്ലാം എന്തെങ്കിലും ചെറിയ സേവനം ചെയ്ത തൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരവസരവും പാഴാക്കാറുണ്ടായിരുന്നില്ല. താൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും ആ പ്രവർത്തനങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ സഹായിക്കുകയും ഈ ജോലികൾ എനിക്ക് എളുപ്പമാക്കി തരികയും ചെയ്ത തൻ്റെ സുഹൃത്തുക്കളെയാണ് അവിടുന്ന് എപ്പോഴും പ്രശംസിക്കുന്നത്. അത് ഷെയ്ഖ് യാക്കൂബ് അലി സബ് ഇർഫാനി പ്രസ്താവിക്കുന്നു, സേവകരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ അവിടുന്ന് എപ്പോഴും വിലമതിക്കുകയും അവരുടെ മനം കവരുകയും ചെയ്യുമായിരുന്നു. അവരുടെ അധ്വാനത്തിന് അർഹമായതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നൽകിയിരുന്നു. ഏതെങ്കിലും ഒരു പുസ്തകമോ ലഘുലേഖയോ വേഗത്തിലും അത്യാവശ്യമായും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്ന ദിവസങ്ങളിൽ രാത്രികളിലും ജോലി നടക്കുമായിരുന്നു. അപ്പോൾ പ്രസ് സ്റ്റാഫിൽ ഈ ജോലികളിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് പ്രത്യേക ശ്രദ്ധയോടുകൂടി പാലും മറ്റ് വസ്തുക്കളും അവിടുന്ന് ഏർപ്പാടാക്കി കൊടുക്കുകയും സാധാരണയേക്കാൾ കൂടുതൽ കൂലി നൽകുകയും ചെയ്യുമായിരുന്നു. കൂടാതെ അവരുടെ പ്രവർത്തന മികവിൽ സന്തോഷം പ്രകടിപ്പിക്കുക മാത്രമല്ല നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എഴുതുന്നു, അമ്പ്യാക്കളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും അവർ വലിയ ഉപകാരമായി അത് മനസ്സിലാക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ രാപ്പകലില്ലാതെ അച്ചടിക്കുമ്പോൾ അദ്ദേഹം പല രാത്രികളിലും ഉറക്കമൊഴിക്കുമായിരുന്നു, ഒട്ടും ഉറങ്ങാറുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി സമയത്ത് ആരെങ്കിലും പ്രൂഫ് വായനയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവർ വിളിക്കുമ്പോൾ അത് വാങ്ങാനേ അവിടുന്ന് സ്വന്തം എഴുന്നേറ്റ് പോകുമായിരുന്നു. അതോടൊപ്പം ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ, ജസാക്കല്ല അഹ്സനുൽ ജസാ എന്ന് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവന് എത്രമാത്രമാണ് ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നത് എന്ന് സ്മരിക്കും. ഈ ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടുകളാണ് സഹിക്കുന്നത്, അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹമായിരുന്നു രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയിരുന്നത്. അത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് ജോലി ചെയ്യുന്നത് കണ്ട് കണ്ട് ഞാൻ ഉറങ്ങിപ്പോയ പല സന്ദർഭങ്ങളുമുണ്ട്. കണ്ണു തുറന്നപ്പോൾ രാവിലെ ആകുന്നത് വരെ, പ്രഭാതോദയം വരെ അവിടുന്ന് ജോലി തുടരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാളുകൾ അള്ളാഹുവിന് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നെങ്കിലും ഹദ്റത്ത് മസീഹ് ഇസ്ലാം അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട്? കാരണം അമ്പ്യാക്കളുടെ ഹൃദയത്തിൽ ഉപകാരത്തോടുള്ള വലിയ നന്ദി ഭാവമുണ്ടായിരിക്കും. അതുപോലെ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഒരു സംഭവം വിവരിക്കുന്നു. ഫൈസുല്ല ചക്ക് നിവാസിയായ ഹാഫിസ് നബി ബക്ഷ് സാഹിബ് പ്രസ്താവിച്ചു, ഒരിക്കൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാം എന്നെ തൻ്റെ തോട്ടത്തിലേക്ക് ഉലാത്താനായി കൊണ്ടുപോയി. ആ സമയത്ത് ഹുസൂറിൻ്റെ പവിത്രമായ കരങ്ങളിൽ ഒരു ഈട്ടിമരത്തിൻ്റെ വടി ഉണ്ടായിരുന്നു. ഒരു മരത്തിൽ പഴങ്ങൾ പറിച്ചെടുക്കുന്നതിനായി ആ വടി എറിഞ്ഞു. എന്നാൽ ആ വടി മരത്തിൽ തന്നെ കുടുങ്ങിപ്പോയി. ദൂരെ നിന്ന് എറിഞ്ഞതായിരുന്നു അത് അവിടെ തന്നെ കുടുങ്ങി. താഴെ വീഴാത്ത വിധം അങ്ങനെ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. സാബികൾ ആ വടി താഴെയിടാൻ പലവരും ശ്രമിച്ചെങ്കിലും വിജയം കണ്ടെത്തിയില്ല. അത് പരിശ്രമം പാഴായിപ്പോയി. അപ്പോൾ നബി ബക്ഷ് പറയുന്നു, ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ മരത്തിൽ കയറി അത് താഴെയിടാം. ഞാൻ പെട്ടെന്ന് തന്നെ മരത്തിൽ കയറി
ആ പവിത്രമായ വടി താഴിട്ടു. ഹുസൂർ എത്രമാത്രം സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ സ്നേഹഭരിതമായി നിറഞ്ഞ വാക്കുകൾ ഹുസൂർ ആവർത്തിച്ച് പറഞ്ഞു, മിയാബക്ഷ്, നബിബക്ഷ്, താങ്കൾ മരത്തിൽ കയറി പെട്ടെന്ന് വടി താഴിട്ടത് വലിയൊരു കഴിവാണല്ലോ. എങ്ങനെയാണ് താങ്കൾ മരത്തിൽ കയറിയത്? ഈ മരത്തിൽ കയറാൻ എങ്ങനെയാണ് പഠിച്ചത്? ഈ വടി നമ്മുടെ പിതാവിൻ്റെ കാലത്തുള്ളതായിരുന്നു. ഇന്ന് നിങ്ങൾ ഇത് പുതിയതാക്കി മാറ്റിയിരിക്കുന്നു. വഴികളിലും ഹുസൂർ ഇത് ആവർത്തിച്ച് പറയുമായിരുന്നു. നബിബക്ഷ് മരത്തിൽ കയറി വടി കൊണ്ടുവന്ന് വലിയ പ്രാവീണ്യം കാണിച്ചിരിക്കുന്നു. കൂടാതെ ചെറിയവനായാലും വലിയവനായാലും ആരെയും നീ, തൂ എന്ന് വിളിക്കാത്തത് ഹുസൂറിൻ്റെ ശീലമായിരുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നിട്ടും ഹുസൂർ എന്നെ ഒരിക്കലും നീ എന്ന് അഭിസംബോധന ചെയ്തിരുന്നില്ല. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാബ് എനിക്ക് വിവരിച്ചു തന്നു, ഹസരത്ത് സാഹിബിനായി ആരെങ്കിലും ഉപഹാരം കൊണ്ടുവരുമ്പോൾ അദ്ദേഹം വലിയ നന്ദി കാണിക്കുമായിരുന്നു. വീട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന വ്യക്തിയാണ് ഈ വസ്തു കൊടുത്തയച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുകയും ചെയ്യുമായിരുന്നു. ചെറിയ ചെറിയ ഉപഹാരങ്ങളിൽ പോലും അദ്ദേഹം എങ്ങനെയാണ് നന്ദി പ്രകടനം നടത്തിയിരുന്നത് എന്നതിനെക്കുറിച്ച് ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇപ്രകാരം വിവരിക്കുന്നു. മർഹൂം ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബിൻ്റെ പത്നി തൻ്റെ ഒരു എഴുത്തിൽ ഇങ്ങനെ എഴുതി, ഒരിക്കൽ നടന്ന സംഭവമാണ്. ഡോക്ടർ സാഹിബ് 3 മാസത്തെ അവധിയെടുത്ത് ആഗ്രയിൽ നിന്ന് കാദിയാനിലേക്ക് വന്നു. ആഗ്രയിൽ ഖൂർമ ബാലുഷാഹി എന്ന പേരുള്ളൊരു പലഹാരമുണ്ട്. അത് വളരെ മികച്ചതും വലിപ്പമുള്ളതുമാണ്. മസീഹ് ഇസ്ലാമിന് അത് വളരെ ഇഷ്ടമായിരുന്നു. ഡോക്ടർ സാഹിബ് വരുമ്പോഴൊക്കെ ഹദർ സാഹിബിനായി നിർബന്ധമായി കൂർമ കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ അന്ന് രാവിലെ മുതൽ ഹദർ സാഹിബ് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അസർ സമയത്താണ് ഞാൻ വന്നത്. വീട്ടിൽ ഹുസൂർ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. എന്നോട് യാത്രയെക്കുറിച്ചുള്ള കുശലാന്വേഷണങ്ങൾ നടത്തി. അമ്മാജാൻ പറഞ്ഞു ഭക്ഷണം തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ മനസ്സ് വരുന്നില്ല. പിന്നീട് ഹദരത്ത് അമ്മാജാൻ പറഞ്ഞു, മുറാദ് ഖാത്തൂൻ, അതായത് ആഗ്രയിൽ നിന്ന് താങ്കൾക്കായി കൂർമ കൊണ്ടുവന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. ആദ്യം അവിടുന്ന് വളരെ സന്തോഷിച്ചു. പിന്നീട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമാണത്, കൊണ്ടുവരൂ, ഞാൻ കഴിക്കാം. അത് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പ്രശംസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയധികം കൊണ്ടുവന്നോ? എന്നിട്ട് ഹുസൂർ അവ കഴിച്ചു. ബാക്കി വന്നത്, മിച്ചം വന്നത് എനിക്ക് വേണ്ടി എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. കുറച്ച് കഴിച്ചു, കുറച്ചുകൂടി കഴിക്കാം, പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച്, അതായത് എത്രമാത്രം വളരെ കുറച്ചായിരുന്നു അവിടുന്ന് കഴിച്ചിരുന്നതെന്നും ദുആ ചെയ്തുകൊണ്ടാണ് കഴിച്ചിരുന്നത് മുമ്പേ തന്നെ ഞാനിവിടെ സൂചിപ്പിച്ചതാണല്ലോ. അവർ പറയുന്നു, ഈ ചെറിയ കാര്യത്തിൽ പോലും അദ്ദേഹം ഇത്രയധികം പ്രശംസിച്ചത് കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ കുളിർത്തു, സന്തോഷം തോന്നി. അത് എനിക്ക് വിവരിക്കാനാകുന്നില്ല. ഞാൻ ഡോക്ടർ സാഹിബിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനാകുകയും ഒരുപാട് നേരം ആകാശത്തേക്ക് നോക്കി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഡോക്ടർ സാഹിബും വലിയ മുഖ്ലിസായിരുന്നു, ആത്മാർത്ഥമുള്ളവനായിരുന്നു. ഹദരത്ത് മുസ്ലിം മൗദൂദ് പ്രസ്താവിക്കുന്നു, ഭേയിലെ മൗലവി കറംദീൻ്റെ ഭാഗത്ത് നിന്ന് ഗുർദാസ്പൂരിൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ മേൽ കേസ് ഫയൽ ചെയ്തിരുന്ന സമയത്ത് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ചിലവുകൾ വർദ്ധിച്ചു വരികയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളോട് സംഭാവനയ്ക്കായി ആഹ്വാനം ചെയ്യപ്പെട്ടു. അങ്ങനെ ആഹ്വാനം ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാൾ ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബുമായിരുന്നു. ഈ അവസരത്തിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ അദ്ദേഹം ശേഖരിച്ച് അയച്ചു കൊടുക്കും. ഭാവിയിൽ ഉണ്ടാകുന്ന വരുമാനവും അയച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ശമ്പളത്തിൽ നിന്നും പ്രാക്ടീസിൽ നിന്നും ലഭിക്കുന്നതൊക്കെ തന്നെ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സേവനത്തിനായി അദ്ദേഹം അയച്ചു കൊടുക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അതിഥിയായിരുന്ന ഒരു സുഹൃത്ത് വിവരിച്ചു, എല്ലാം മസീഹ് ഇസ്ലാമിന് അയച്ചു കൊടുക്കുന്നു, സ്വന്തത്തിന് വേണ്ടി ഒന്നും തന്നെ ബാക്കി വെക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, ഇപ്പോൾ അത്തരത്തിലൊരു സമയമാണ്. ഈ സമയത്ത് അത് മസീഹ് ഇസ്ലാമി അദ്ദേഹത്തിന് ഒരു കത്തും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് വായിച്ചിട്ടുണ്ട്. ഡോക്ടർ സാഹിബ് പറഞ്ഞു, മസീഹ് ഇസ്ലാമിൻ്റെ സേവനം ചെയ്യേണ്ട സമയമാണിത്. അപ്പോൾ എന്തായാലും അക്കാലത്ത് അത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് ഒരു കത്ത് അയക്കുകയും ചെയ്തിരുന്നു. അത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ആ കത്ത് നേരിട്ട് വായിച്ചതാണ്. അതിൽ അവിടുന്ന് ഇപ്രകാരം എഴുതിയിരുന്നു, താങ്കളുടെ ത്യാഗം പരകോടിയിലെത്തിയിരിക്കുന്നു. ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ ഹദരത്ത് മസീഹ് ഇസ്ലാം എഴുതുകയായിരുന്നു, താങ്കൾ ത്യാഗത്തിൻ്റെ കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി താങ്കൾക്ക് ചന്ത നൽകേണ്ട ആവശ്യമില്ല. അത്രയധികം വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തത്. ഹദരത്ത് മസീഹ് ഇസ്ലാം എന്നാൽ കൃത്യമായി
പതിവായി ചന്ത നൽകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഉപദേശമാണ് മസീഹ് ഇസ്ലാമിൻ്റെ. 3 മാസം ചന്ത കുടിശ്ശികയുള്ളവന് ജമാഅത്തിൽ തുടരാൻ പറ്റില്ല എന്നും മസീഹ് ഇസ്ലാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ഈ കത്ത് ഇപ്പോഴും ചിലപ്പോൾ മർഹൂം ഖലീഫ സാഹിബിൻ്റെ വീട്ടിലുണ്ടാകും. അത് മുസ്ലിം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം നിരന്തരം ചന്ത നൽകിക്കൊണ്ടിരുന്നു. അത് നൽകുകയും വേണമായിരുന്നു. ഒരു കത്തെഴുതി എന്ന് കരുതി അദ്ദേഹം ചന്ത നൽകുന്നത് നിർത്തുകയല്ല ചെയ്തത്. അദ്ദേഹം തുടർന്നും ചന്ത നൽകിക്കൊണ്ടിരുന്നു. നൽകുന്നതും അനിവാര്യമാണ്. അതിലത്ത് മുസ്ലിമോദ് പറയുന്നു അദ്ദേഹം അത് നൽകേണ്ടതുണ്ട്. കാരണം ആദ്യം അദ്ദേഹം ഫർള് എന്ന നിലയിലായിരുന്നു നൽകിയിരുന്നെങ്കിൽ പിന്നെ അള്ളാഹുവിനോടുള്ള നന്ദിയുടെ പ്രകടനത്തിൻ്റെ രൂപമായി അത് തുടർന്നുകൊണ്ടിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകത്തിൽ, അതായത് വസിയത്ത് എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ നമ്മളെ വസിയത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അൽ വസിയത്ത് എഴുതിയപ്പോൾ തങ്ങളെ, അതായത് സ്വന്തം സന്തതികളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് മുസ്ലിം മോദ് പറയുന്നു. മുസ്ലിം മോദ് പറയുന്നു ത്യാഗത്തിനുള്ള ഒരു അവസരത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തി എന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയായി നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് തോന്നി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ആരാധനകൾ ഇബാദത്ത് ചെയ്യുമാറുണ്ടായിരുന്നു. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ കാലുകൾ നീര് വന്ന് വരുന്നത് വരെ ഇബാദത്ത് ചെയ്യുമായിരുന്നു. ഇത് കണ്ട് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹു അങ്ങയുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുക, എന്തിനാണ് അങ്ങ് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, അത് ഞാൻ നന്ദിയുള്ളൊരു ദാസനാകാതിരിക്കണോ? അത്തരമൊരു സ്ഥാനത്തെത്തിയിട്ട്, അതത് മുസ്ലിമോട് പറയുന്നു, അത്തരമൊരു സ്ഥാനത്തെത്തിയിട്ട് നിർബന്ധമായിട്ടല്ലെങ്കിലും ഫർളോ വാജിബായിട്ടല്ലെങ്കിലും നന്ദി പ്രകടനം എന്ന നിലയിൽ നമ്മൾ കർമ്മം ചെയ്യേണ്ടതുണ്ട്. നിർബന്ധമല്ലെങ്കിൽ പോലും നന്ദി പ്രകടിപ്പിക്കാൻ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വസിയത്ത് ചന്തയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും നന്ദി പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. തൽഫലമായി അതിനുശേഷം ഞാൻ എൻ്റെ ചന്ത മൂസികളുടെ ചന്തകളെക്കാൾ കൂടുതലായി തന്നെ കൊടുത്തിരുന്നു. പിന്നീട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഒരു ഇൽഹാം ഞാൻ ഓർത്തു. ഇഅ്മലു ആല ദാവൂദ ശുക്ര. അള്ളാഹു ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ ദാവൂദായി നിശ്ചയിച്ചിരുന്നു. അല്ലയോ എന്തായിരുന്നാല് ഇൽഹാം, യാ ദാവൂദ് ആമിലിൻ നാസ റിഫ്ഖൻ വഹുസ്ന, ദാവൂദെ ജനങ്ങളോട് ദയോടും സൽപെരുമാറ്റത്തോടും കൂടി ഇടപെടുക. അതായത് അള്ളാഹു ചിലരിൽ നിന്ന് അധ്വാനം ഒഴിവാക്കി കൊടുക്കും, എന്നാൽ നന്ദിസൂചകമായി കർമ്മങ്ങൾ ചെയ്യുക എന്നത് അവരുടെ കടമയാണ്. ഒരുപക്ഷെ ഈ ഇൽഹാം എൻ്റെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നത്. അതിനാൽ പിന്നീട് ഞാൻ കൂടുതൽ ചന്ത നൽകി തുടങ്ങിയെന്നും ഹദരത്ത് മുസ്ലിം പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരാൾ എന്നോട് ചോദ്യം എഴുതി അറിയിക്കേണ്ടായി, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ഖലീഫമാർക്കൊക്കെ തന്നെ ചന്ത നൽകേണ്ടതില്ലെന്നും അവർക്ക് ഇളവ് ലഭിച്ചിട്ടുണ്ടെന്നും ആളുകൾ പറയാറുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കേണ്ട, ഈ ഇളവ് മസീഹ് ഇസ്ലാമിൻ്റെ നേരിട്ടുള്ള 5 മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മരുമക്കൾക്കോ അവരുടെ മക്കൾക്കോ ഈ ഇളവില്ല. ആര് വസിയത്ത് ചെയ്യുന്നുവോ അവർ നിർബന്ധമായി വസിയത്ത് ചന്ത നൽകേണ്ടതുണ്ട്. മറ്റു മൂസുകൾ നൽകുന്നത് പോലെ ചന്ത നൽകിയും സ്വത്തിൻ്റെ വീതം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ബഹിഷ്ത് മക്ബറയുടെ കാദ്യാനിലെ ഭൂമി ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കുടുംബ സ്വത്തായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം ഈ മക്കൾക്ക് ഈ ഇളവ് ലഭിച്ചത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മറ്റ് നിരവധി കാരണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ടാണ് മസീഹ് ഇസ്ലാം 5 മക്കൾക്ക് വസിയത്ത് ചന്തയിൽ ഇളവ് നൽകിയും ബഹിഷ്ത് മക്ബറിൽ അടക്കം ചെയ്യാൻ അനുവാദം നൽകുകയും ചെയ്തത്. എന്നാൽ ഹദരത്ത് അമ്മാജാനും അവിടുത്തെ സന്തതികളും എല്ലാ കാലത്തും വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതായാലും ഹദരത്ത് മുസ്ലിം മൗഊദ് പ്രസ്താവിച്ചതുപോലെ ജമാഅത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായി ഒരു മൂസിയേക്കാൾ വലിയ സാമ്പത്തിക ത്യാഗങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹദരത്ത് മുസ്ലിം മൗഊദിൻ്റെ മറ്റ് സന്തതികളും അതുപോലെ ത്യാഗം ചെയ്തിട്ടുണ്ട്. ഹദരത്ത് മുസ്ലിം മൗഊദിന് ശേഷം വന്ന ഒരു ഖലീഫയ്ക്കും ഈ ഇളവില്ലെന്നും എല്ലാവരും വസിയത്ത് ചെയ്തിട്ടുണ്ടെന്നും വസിയത്ത് ചന്ത നൽകുന്നുണ്ടെന്നും വ്യക്തമായിരിക്കേണ്ടതുണ്ട്. ഖലീഫമാർ നടത്തുന്ന മറ്റെല്ലാ ആഹ്വാനങ്ങളിലും എല്ലാവരും അവരുടെ കഴിവനുസരിച്ച് പങ്കുവച്ചു തന്നിട്ടുണ്ട്. ഒരു ഖലീഫയ്ക്കോ കുടുംബാംഗത്തിനോ ഇളവില്ല. ഈ 5 മക്കൾക്ക് മാത്രമായിരുന്നു ആ ഇളവ്. ചിലയിടങ്ങളിൽ നിന്ന് ലഭിച്ച ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഞാൻ ഈ വ്യക്തത വരുത്തുന്നത്. ഹദരത്ത് മിർസ ബഷീർ സാഹിബ് പ്രസ്താവിക്കുന്നു, ഫൈസുല്ല ചക്ക് നിവാസിയായ ഹാഫിസ് നബി ബക്ഷ് സാഹിബ് രേഖാമൂലം എന്നെ അറിയിച്ചു. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഗുരുദാസ്പൂരിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ
മേൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരുന്ന സമയത്ത് ഹുസൂർ മസീഹ് ഇസ്ലാം മസ്ജിദ് ഹെജാമിക്ക് അടുത്തുള്ള ഖാൻ സാബ് അലി മുഹമ്മദ് സാഹിബ് പെൻഷനറുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ വിനീതൻ, മിയ ജമാലുദ്ദീൻ, ഇമാമുദ്ദീൻ, ഖൈറുദ്ദീൻ സാഹിബ്മാർ എന്നിവരും ഹുസൂറിനോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു സുഹൃത്തുക്കളും വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം ഹുസൂറിന് വയറ്റിലൊരു അസുഖം അനുഭവപ്പെട്ടു. സാധാരണയായി കുടലിനെ അസുഖം ബാധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പലതവണ മലവിസർജനത്തിനായി പോകേണ്ടി വന്നിരുന്നു, വാഷ്റൂം പോകേണ്ടി വരുന്നു. ഹുസൂർ ഞങ്ങളോട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കരുതെന്നും ചട്ടം കെട്ടി. മസീഹ് ഇസ്ലാം അങ്ങനെ മലവിസർജനത്തിനായി എഴുന്നേൽക്കുമ്പോൾ വിനീതൻ ഉടനെ എഴുന്നേറ്റ് വെള്ളക്കിണ്ടിയുമായി ഹുസൂറിൻ്റെ പിറകെ പോകുമായിരുന്നു. രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ തുടർന്നു. ഓരോ തവണ ഹുസൂർ പറയും, താങ്കൾ ഉറങ്ങിക്കൊള്ളൂ. രാവിലെ ഹുസൂർ സദസ്സിലിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, മസീഹിൻ്റെ ഹവാരികളെ, മസീഹിൻ്റെ സാബികളും നമ്മുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള വലിയ അന്തരം ഇതാണ്. മസീഹിന് പ്രയാസം നേരിട്ടപ്പോൾ തൻ്റെ ഹവാരികളെ ഉണർത്തി ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിലും അവർ ഉറങ്ങിപ്പോവുകയും അത് വീണ്ടും വീണ്ടും വിളിച്ചിട്ടും അവർ വീണ്ടും ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മസീഹ് മുഹമ്മദിയുടെ ഹവാരികളായ നമ്മുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ നോക്കുക. അവരോട് ഉറങ്ങിക്കോളൂ എന്ന് പലതവണ പറഞ്ഞിട്ടും അവർ ഉണർന്നിരിക്കുന്നു. തുടർന്ന് വിനീതിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, മിയ അബ്ദുൽ അസീസ് രാത്രി മുഴുവൻ ഉറങ്ങിയോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ ഉണർന്ന് എഴുന്നേൽക്കുകയും ഞാൻ ഉറങ്ങിക്കൊള്ളാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും എഴുന്നേൽക്കുകയും ചെയ്തു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു, ഒരു വൃക്ഷം അതിൻ്റെ ഫലത്താലാണ് തിരിച്ചറിയപ്പെടുന്നത് എന്നത് ഈസാ നബിയുടെ വചനമാണ്. അത് തീർച്ചയായും സത്യമാണ്. അതിനാൽ പക്ഷപാതമില്ലാത്ത ഏതൊരു വ്യക്തിയും ഇപ്രകാരം സമ്മതിക്കേണ്ടി വരും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സഹവാസം നൽകിയ മധുരമുള്ള ഫലം ഈസാ നബിയുടെ സഹവാസം കൊണ്ട് ഒരിക്കലും ലഭിച്ചിട്ടില്ല. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു ജമാഅത്തിനെ സൃഷ്ടിച്ചു. അവർ തങ്ങളുടെ ജീവൻ അവിടത്തേക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതിന് അത് ഏറ്റവും വലിയ അഭിമാനകരമായി കണക്കാക്കിയിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മസീഹ് ഇസ്ലാമിന് ഒരു ചെറിയ പ്രയാസം പോലും നേരിട്ടാൽ തങ്ങളുടെ എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ ഹദ്റത്ത് മസീഹ് നാസരിക്ക്, ഈസാ നബിക്ക് 12 പേർ മാത്രമുള്ള ഒരു ചെറിയ സംഘമായിരുന്നു, ജമാഅത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരിൽ ഒരാൾ 30 വെള്ളിക്കാശിന് വേണ്ടി ഈസാ നബിയെ ഒറ്റയ്ക്കെടുത്തു ഭരണകൂടത്തിന് വിവരം നൽകി. ഹദ്റത്ത് ഇനായത്തുള്ള സാഹിബ് പ്രസ്താവിക്കുന്നു, ഞാൻ ആദ്യമായി ഖാദിയാനിലെത്തിയപ്പോൾ ഒരു അത്തർ കുപ്പി കൊണ്ടുവന്നു. നടന്നു കൊണ്ടുള്ള യാത്രയായിരുന്നു. രാത്രി ബട്ടാലിയിൽ തങ്ങി. കുപ്പി നോക്കിയപ്പോൾ ഒരു തുള്ളി ഒഴികെ ബാക്കിയെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. എനിക്ക് വലിയ സങ്കടം തോന്നി. വൈകുന്നേരം നമസ്കാര സമയത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മസ്ജിദ് മുബാറക്കിൻ്റെ മേൽക്കൂരയിൽ എഴുന്നള്ളിയപ്പോൾ ഞാൻ ഹസ്തദാനം ചെയ്ത് ഹുസൂറിന് ഞാൻ നല്ലവണ്ണം തിരുമ്മി കൊടുത്തു, മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു കുപ്പി അത്തർ കൊണ്ടുവന്നിരുന്നു, അത് വഴിയിൽ വെച്ച് തന്നെ വറ്റിപ്പോയി. അങ്ങനെ ആ ഒരു തുള്ളി അവശേഷിച്ച കുപ്പി ഞാൻ ഹുസൂറിൻ്റെ സമക്ഷത്തിൽ സമർപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് മുഴുവൻ കുപ്പിയുടെയും പ്രതിഫലം ലഭിച്ചിരിക്കുന്നു, ജസാക്കല്ലാഹ് എന്ന് പറയുകയും ചെയ്തു. ഹദ്റത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിവരിക്കുന്നു, എനിക്ക് ഏകദേശം 20 വയസ്സുള്ളപ്പോൾ ഗുരുദാസ്പൂരിൽ കരംദീൻ ജഹൽമിയുടെ കേസിൽ വിധി വരാനിരിക്കുകയായിരുന്നു. ഒരു ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് അവിടെ എത്തി. ഹുസൂർ അലൈഹി ഇസ്ലാം ഒരു ബംഗ്ലാവിലായിരുന്നു താമസിച്ചിരുന്നത്. വേനൽക്കാലമായിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ പിതാവ് മിയ ജമാലുദ്ദീൻ സാഹിബ്, മിയ മുഹമ്മദ് ദീൻ സാഹിബ് സെഖ്വാനി, ചൗധരി അബ്ദുൽ അസീസ് സാഹിബ് എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് ഹുസൂറിന് വീശിക്കൊടുക്കാൻ തുടങ്ങി. മസീഹ് ഇസ്ലാം എന്നെ നോക്കി എൻ്റെ പിതാവ് മിയ ജമാലുദ്ദീൻ സാഹിബിനെ ചൂണ്ടിക്കാണിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിയ ഇസ്മായിലും വന്ന് പ്രതിഫലത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാം വളരെ നിസ്സാരമായ ഒരു സേവനത്തിൽ പോലും സന്തോഷിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സ് ആനന്ദത്താൽ ഭരിതമാകുന്നു. ഹദ്റത്ത് മിയ സദറുദ്ദീൻ സാഹിബ് പ്രസ്താവിക്കുന്നു, ഹുസൂറിൻ്റെ ശരീരത്തിൽ ഒരു കമ്പിളി ഉടുപ്പുണ്ടായിരുന്നു. അത് തോളിലിട്ടാണ് ഹുസൂർ പുറത്തിറങ്ങാറുണ്ടായിരുന്നത്. ഒരിക്കൽ ചൗധരി ബോലെ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനോടൊപ്പം ബട്ടാലയിലേക്ക് പോയി. അവിടുത്തെ അടുക്കൽ ഒരു കുതിരയുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചു നേരം എന്നെ അതിൽ സ്വയം കയറി
കുതിരയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി കുറേ സമയം അതിനെ വെറുതെ നിർത്തി. പിന്നെ എന്നെയും കയറ്റി. അതുപോലെ മദ്രസ അഹമ്മദിയയിലെ ജീവനക്കാരനായ ചിരാഗ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഹുസൂർ അലൈഹി ഇസ്ലാം കുളിക്കാൻ വേണ്ടി കശ്മീരി കുളത്തിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് എനിക്ക് ഒരു പൈസ തന്നു. റേവടിയ വാങ്ങിച്ചുകൊണ്ട് തന്നെ, ഈ എള്ളിൻ്റെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, എന്നാൽ നന്ദിയുടെ യഥാർത്ഥ സംഭവം ഇവിടെ തുടങ്ങുന്നു. അവിടുന്ന് എനിക്ക് പൈസ തന്നു, റേവടികൾ വാങ്ങാൻ പറഞ്ഞു. അത് ഞാൻ വാങ്ങി വന്നപ്പോൾ അവിടുന്ന് അതിനെ രണ്ടായി വീതിച്ചു. ഒരു ഭാഗം എനിക്ക് നൽകി. ഞാനത് വാങ്ങാൻ വിസമ്മതിച്ചു. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ മാത്രം എങ്ങനെ കഴിക്കും? പൈസ എൻ്റേത് തന്നെ, ഞാനത് വാങ്ങിപ്പിച്ചു. എന്നാൽ കഷ്ടപ്പാട് താങ്കളുടേതാണ്, താങ്കളാണ് പോയി വാങ്ങിയത്. തൽഫലമായി പകുതി റേവടികൾ എനിക്ക് നൽകി. ഇത് മറ്റുള്ളവരുടെ സേവനത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. ഏത് രൂപത്തിലായാലും അവിടുത്തെ സേവനം ചെയ്യുന്ന ചെറിയവരായാലും വലിയവരായാലും അവിടുന്ന് നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. അത്തരം നിരവധി ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഹദരത്ത് ഷേർ മുഹമ്മദ് സാഹിബും പ്രസ്താവിക്കുന്നു, കരംദീൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഹുസൂർ തീയതിക്കായി ജഹലും സന്ദർശിച്ചപ്പോൾ ബട്ടാലിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ ചായ സൽക്കാരം ഒരുക്കുകയും ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു. ഹദരത്ത് മസീഹ് ഇസ്ലാം കൂടാതെ മൗലവി അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഹദരത്ത് സാഹിബ് ചോദിച്ചു, ചായ നൽകുന്നത് ആരാണ്? ആരുടെ വകയാണ് സൽക്കാരം? സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ചായക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വിനീതൻ പറഞ്ഞു, ഹുസൂർ, ഇതാണ് താങ്കളെ സേവിക്കാൻ വേണ്ടി ഇന്ന് സേവിക്കുന്ന വ്യക്തി. ഇവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരായ സ്ത്രീകളുടെ വീട്ടിലെ പാചകക്കാരാണ്. മസീഹിനെ ദൈവമെന്നും അള്ളാഹുവിൻ്റെ മകനെന്നും വിളിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുടെ ജോലിക്കാരാണിവർ. ഈസാ നബിയെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന ആളുകളുടെ സേവകരോ ജോലിക്കാരോ ആണ് ഇവർ എന്ന് പറഞ്ഞു. ഏതായാലും ഹദരത്ത് മസീഹ് ഇസ്ലാം ഈ കാര്യം കേട്ടെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞു. ചായക്ക് സംവിധാനം ഒരുക്കിയ ആളുകൾ ക്രിസ്ത്യാനികളോ അമുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോ ആയിരിക്കട്ടെ, അവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. അവിടുന്ന് നന്ദി പറയുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവിടെ വെച്ച് തന്നെ സൽക്കരിച്ചു എന്ന് പിന്നീട് പത്രത്തിലൂടെ, ജമാഅത്തിൻ്റെ പത്രത്തിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്രമാത്രം പ്രാധാന്യം അദ്ദേഹം അവർക്ക് നൽകി. നന്ദി പറയുക മാത്രമല്ല, പരസ്യമായി വിളംബരപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു തആല നമുക്കും നന്ദി പ്രകടിപ്പിക്കുന്നതിലെ ഉന്നതമായ നിലവാരം സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.